ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് മുട്ടയപ്പമാണ്. മുട്ടയപ്പം, മുട്ടസിർക്ക എന്നൊക്കെ പറയുന്ന കണ്ണൂർ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നമ്മൾ കുറച്ച് മുൻപ് മുട്ടയില്ലാത്ത മുട്ടയപ്പത്തിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. അന്ന് കുറേ പേര് പറഞ്ഞിരുന്നു മുട്ട ചേർത്ത മുട്ടയപ്പം ചെയ്യണമെന്ന്. അപ്പോൾ ഞങ്ങളുടെ മലപ്പുറത്തുകാർക്ക് ഈ മുട്ടയപ്പം എന്നൊക്കെ പറയുമ്പോൾ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ഐറ്റം എന്നല്ല ഈ മുട്ടയപ്പം. ഈ മുട്ടയപ്പം കണ്ണൂർ ഭാഗത്തൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്ന സൽക്കാരങ്ങൾക്കൊന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ്. ജാലി കിച്ചണിലെ സഹലയില്ലേ, അവളെപ്പോഴും പറയാറുണ്ട് പുതിയാപ്പിള സൽക്കാരങ്ങൾക്കൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഐറ്റമാണ് ഈ മുട്ടസുർക്ക എന്നുള്ളത്. അങ്ങനെയാണ് എനിക്ക് ഈ മുട്ടസുർക്കയെ കുറിച്ചൊക്കെ അറിയുന്നത് കേട്ടോ. ചിലരിത് ഉണ്ടാക്കുന്ന സമയത്ത് ഇത് നന്നായി കിട്ടുന്നില്ല, എണ്ണയിൽ ഒഴിക്കുമ്പോൾ പൊങ്ങി വരുന്നില്ല, അല്ലെങ്കിൽ പൊങ്ങി പൊട്ടി പോകുന്നു, അങ്ങനെ പല കംപ്ലയിൻസും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന കുറച്ച് ടിപ്സൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട്, അത്ര വലിയ ടിപ്സൊന്നുമില്ല, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങളൊന്ന് മുട്ടയപ്പം ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ മുട്ടയപ്പം കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് ചെയ്യുന്നത് നോക്കാം. പിന്നെ ഇത് ചെയ്യാൻ നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. വെറും മെയിനായിട്ട് 3 ഇൻഗ്രീഡിയൻസ് മതി. അതും നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന പച്ചരി, ചോറ്, കോഴിമുട്ട. അപ്പോൾ ഇത് മാത്രം മതി. പിന്നെ ഇതിലേക്ക് വെള്ളത്തിൻ്റെ അളവ് കുറച്ച് ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഇതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുതിർത്ത് വെച്ച പച്ചരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഗ്ലാസ്സിനാണ് എടുക്കുന്നതെങ്കിൽ 1 ഗ്ലാസ് പച്ചരി എടുക്കുക. ഇത് 250 ml ഒരു കപ്പാണ്. അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് പച്ചരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. നമ്മൾ പച്ചരി എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ പകുതി ചോറ് എടുക്കുക. അപ്പോൾ നമ്മൾ കഴിക്കാൻ എടുക്കുന്ന ഏത് ചോറ് വേണമെങ്കിലും എടുക്കാം. ഇനി ഇതിലേക്ക് 1 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് ഇത് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ചൊരു തരിയോട് കൂടിയാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാകും ഇതിൽ ചെറിയൊരു തരിയുണ്ട്. ഈ ബാറ്റർ നല്ല തിക്കാണ്. അപ്പോൾ ഇതൊന്ന് ലൂസാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് അല്പം വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് കറക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ഇത് നമുക്ക് തവിയോണ്ട് എണ്ണയിലേക്ക് കോരി ഒഴിക്കാൻ കഴിയണം. പിന്നെ നമ്മൾ ആദ്യത്തെ ഒരു മുട്ടയപ്പം ചുട്ടെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതിൽ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആണോ എന്നുള്ളത്. ഇതിൽ വെള്ളം കുറവാണെങ്കിൽ നമ്മൾ ബാറ്റർ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് മുട്ടയപ്പം പൊങ്ങി വരില്ല, എണ്ണയിൽ നിന്നും പൊങ്ങി വരില്ല. ഇതിൽ വെള്ളം കൂടിപ്പോയാൽ മുട്ടയപ്പം പൊങ്ങി വന്ന് പൊട്ടിപ്പോകും. അപ്പോൾ നമ്മൾ എപ്പോഴും വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം അധികമായി പോയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വെള്ളം കുറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാമല്ലോ. അപ്പോൾ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇതുവരെ ഇതിലേക്ക് 1/2 കപ്പോളാണ് വെള്ളം ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ 1/4 കപ്പ് ചേർക്കേണ്ടി വരും. ചിലപ്പോൾ ചെറിയ കോഴിമുട്ടയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളം കൂടുതൽ ചേർക്കേണ്ടി വരും, അല്ലെങ്കിൽ കുറവ് ചേർക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോഴാണ് വെള്ളത്തിൻ്റെ അളവ് മനസ്സിലാകുന്നത്. നമുക്കിനി മുട്ടയപ്പം ചുട്ടെടുക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ചൂടായ എണ്ണയിലേക്ക് ഓരോ തവി ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നോക്കൂ, ഈ ബാറ്റർ ഒഴിച്ച ഉടനെ തന്നെ ഇത് നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്, എണ്ണയിൽ നിന്നും പൊങ്ങി വരുന്നുണ്ട്. ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. പൊങ്ങി വന്ന് പിന്നെ കുറച്ച് നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പൊങ്ങി വന്ന ഉടനെ തന്നെ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇത് മറിച്ചിട്ടതിന് ശേഷം വെരി ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ബാറ്റർ എണ്ണയിലേക്ക് ഒഴിക്കുന്ന സമയത്ത് എണ്ണ നല്ല ചൂടുണ്ടാകണം, എങ്കിലേ മുട്ടയപ്പം നന്നായിട്ട് പൊങ്ങി വരുള്ളൂ.
ഇപ്പോൾ നമ്മുടെ ഒരു മുട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവ് കൊണ്ടൊക്കെ മുട്ടയപ്പം റെഡിയാക്കാം. ഇതുപോലെ കുറച്ച് പരന്ന ചട്ടിയിലാണ് നമ്മൾ ഇതുപോലെ മുട്ടയപ്പം ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്കിത് വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാം. നോക്കൂ, ഇതിൻ്റെ ഉൾഭാഗം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും നല്ല സോഫ്റ്റാണ്. നോക്കൂ, നമ്മുടെ കലത്തപ്പൊക്കെ ഉണ്ടാകുന്ന പോലെ ഇങ്ങനെ ആരൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം നല്ല സോഫ്റ്റ് ആണെന്ന്. വളരെ സിമ്പിളാണ് അല്ലേ? അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് മുട്ടയപ്പം ഉണ്ടാക്കുന്നതെങ്കിൽ രാത്രി തന്നെ അരി വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. രാവിലെ എടുത്ത് ഇത് അരച്ചെടുക്കുക, ചുട്ടെടുക്കുക. ഒരുപാട് സമയമൊന്നും വേണ്ട, വളരെ കുറഞ്ഞ സമയത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ കാണും, അത് പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്